ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സമൂസ തയ്യാറാക്കിയാലോ. വൈകുന്നേരത്തേക്ക് ഒരു ചായക്കടയായിട്ട് ഇന്ന് സമൂസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സമൂസക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെന്താണ് സമൂസക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇത് പച്ചക്കറി ബിരിയാണി ആക്കാൻ വേണ്ടിക്ക് തയ്യാറാക്കിയ മസാലയാണ് കേട്ടോ. അപ്പം ബിരിയാണി ആക്കി വെച്ചിട്ട് മസാല കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും സമൂസ ഷീറ്റുണ്ട്, അപ്പോൾ അതങ്ങനെ വെറുതെ കളയണമല്ലോ. അപ്പോൾ സമൂസ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കിയൊരു സമൂസയാണ്. പക്ഷെ തക്കാളി ഇട്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എന്നിട്ട് അതിലേക്ക് തക്കാളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളകും ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ആഡ് ചെയ്യാം. എല്ലാം വേവിച്ച് വെച്ച പച്ചക്കറികളാണ് കേട്ടോ. ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ പച്ചക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സോയാബീന് എല്ലാം വേവിച്ചിട്ട് വെച്ചതാണ്, കുക്കറിലിട്ട് ഒന്ന് വിസിലടിച്ച് വേവിച്ച് വെച്ചതാണ്. ഇതെല്ലാം നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കോളിഫ്ലവറും കൂടി വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ടുള്ളൊരു മസാലയാണിത്. അപ്പം നമ്മളെ മസാല റെഡിയായി. ഇത് ബിരിയാണിക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിക്കും കുറച്ചിടാം, ബാക്കി വന്നത് സമൂസയാക്കാം. ബിരിയാണിയാക്കി വെച്ചിട്ടുണ്ട്, അതിന് ബാക്കിയുള്ളത് നമുക്ക് സമൂസയാക്കാം. അതിനു വേണ്ടി ഇതായത് സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായക്കടിയായി ബിരിയാണിയായി. നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തക്കാളിയും ചേർത്ത് ബിരിയാണീൻ്റെ മസാലയെന്ന് വിചാരിച്ചിട്ട് സമൂസക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂട് ചായൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് മസാല ആക്കി നോക്കാം കേട്ടോ. ഇത് പച്ചക്കറി ബിരിയാണിക്കുള്ള മസാലയൊന്ന് നമുക്ക് ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.